ഇനി രണ്ട് വാദങ്ങൾ കേൾക്കാം. എതിർക്കുന്നവരുടെ വാദം: ലാഭമില്ലാത്ത ഒരു ബിസിനസ് എങ്ങനെയാണ് വിജയിക്കുന്നത്? യൂസർമാരെ കൂട്ടാനും വലിയ മൂല്യം കാണിക്കാനും വേണ്ടി പണം നഷ്ടപ്പെടുത്തുന്ന ഈ രീതി ശരിയല്ല. ഇതൊരു കുമിളയാണ്, അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. പിന്തുണയ്ക്കുന്നവരുടെ വാദം: ഇതാണ് ഏറ്റവും രസകരം. അവർ പറയുന്നത് കുനാൽ ഷാ കമ്പനികളല്ല, മാർക്കറ്റുകളാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. UPI വരുന്നതിന് മുൻപേ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് ഒരു വിപ്ലവം കൊണ്ടുവന്നത് ഫ്രീ ചാർജ് ആണ്. അതുപോലെ ക്രെഡിറ്റ് കാർഡ് ബിൽ അടയ്ക്കുന്നത് ഒരു സാധാരണ കാര്യമല്ലാതാക്കി അതിനൊരു പ്രീമിയം അനുഭവം നൽകിയത് ക്രെഡ് ആണ്. ഉപഭോക്താക്കളുടെ ശീലങ്ങളെ മാറ്റുന്ന ദീർഘകാലത്തേക്ക് മൂല്യം സൃഷ്ടിക്കുന്ന ബിസിനസ്സുകളാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. ലാഭം പിന്നീട് വരും. ഈ ചർച്ച കുനാൽ ഷായെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ സ്റ്റാർട്ടപ്പ് ലോകത്തെക്കുറിച്ചാണ്. ഇവിടെ ഒരു സ്റ്റാർട്ടപ്പിന്റെ വിജയം അളക്കുന്നത് ലാഭം കൊണ്ടാണോ, അതോ എത്ര യൂസർമാരുണ്ട്, എത്ര കോടി രൂപയുടെ മൂല്യമുണ്ട് എന്ന് നോക്കിയാണോ? എന്നാൽ കാലം മാറുകയാണ്. നിക്ഷേപകർ ഇപ്പോൾ ലാഭക്ഷമതയെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ വിപരീതങ്ങളുടെ ഒരു പഠനമാണ് കുനാൽ ഷായുടെ യാത്ര. വലിയ സ്വാധീനം, പക്ഷെ ലാഭമില്ല. ഇത് ദീർഘവീക്ഷണമാണോ അതോ പരാജയമാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.